താമരശ്ശേരി വിദ്യാർത്ഥി സംഘർഷത്തിലെ പ്രതികൾ മുൻപും ആക്രമണം നടത്തിയവരാണെന്ന് കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിന്റെ പിതാവ്. പ്രതികളുടെ രക്ഷിതാക്കൾ അന്ന് സാക്ഷിയായി. തിരിച്ചടിക്കാൻ രക്ഷിതാക്കൾ പ്രേരണ നൽകിയെന്നാണ് ആരോപണം. അന്ന് ശിക്ഷ നൽകിയിരുന്നെങ്കിൽ കുട്ടികൾ ഇന്ന് കൊലപാതകികളാകില്ലായിരുന്നു. പ്രതികളിൽ ഒരാളുടെ രക്ഷിതാവ് കൊട്ടേഷൻ സംഘത്തലവനെന്നും ഷഹബാസിന്റെ പിതാവ്. കേൾക്കാം. കഴിഞ്ഞ പ്രാവശ്യം പ്രതികളായ കുട്ടികൾ 9ാം ക്ലാസ്സിൽ, കൊച്ചുകുട്ടികളായ 8ാം ക്ലാസ്സിലെ കുട്ടികളെ അതിക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. അന്ന് ചോദ്യം ചെയ്യാൻ പ്രതികളായ കുട്ടികളുടെ രക്ഷിതാക്കൾ ആണ് ഇവരെ കൂടെ വന്ന് കാര്യങ്ങൾ ആക്രമിക്കാനും അതിനും ഒരു പ്രേരണ കൊടുത്തത്. അന്ന് ഇവർക്ക് ഒരു താക്കീത് കൊടുത്ത നിയമപരമായിട്ട് ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടികൾ ഒരു ഇതിലേക്ക് വരില്ലായിരുന്നു, ഒരു കൊലപാതകികളായി വരില്ലായിരുന്നു. അത് ഈ രക്ഷിതാക്കളാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. ഓരാണ് ഇതിന് കാരണക്കാർ. ഇതിൽ എനിക്കറിയാൻ കഴിഞ്ഞത്, ഇതിന് മുന്നേയും പ്രശ്നമുണ്ടായ കുട്ടീൻ്റെ രക്ഷിതാവ് പല കൊട്ടേഷൻ സംഘത്തിലെയും ലഹരിയിലും ഗുണ്ട തലവൻ തന്നെയാണ്. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക് മലയമ്മ, ഷഹബാസിന്റെ പിതാവ് പറയുന്നത് ആശങ്കയുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? കൊട്ടേഷൻ സംഘത്തലവനാണ് ഇതിലൊരു കുട്ടിയുടെ അച്ഛൻ. കുട്ടിയുടെ അച്ഛൻ എന്തോ പോലീസിലോ മറ്റോ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആശങ്കയുണ്ടോ ഷഹബാസിന്റെ പിതാവിന് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന്? അരുൺ, ആ അർത്ഥത്തിൽ തന്നെയാണ് ഷഹബാസിന്റെ പിതാവിന്റെ പ്രതികരണം വരുന്നത്. അതായത് തങ്ങൾ സ്വാധീനമില്ലാത്തവരാണ്, അത് സാമ്പത്തികമായാൽ പോലും ആ തരത്തിലും സ്വാധീനമില്ല. അങ്ങനെ ഏതെങ്കിലും സ്വാധീനത്തിന് വഴങ്ങി ഈ പ്രതികൾക്ക് ശിക്ഷ കിട്ടുന്നത് ഇല്ലാതെയായി പോകരുത് എന്നുള്ള ആവശ്യമാണ് ഈ ഷഹബാസിന്റെ പിതാവ് മുന്നോട്ട് വെക്കുകയും ചെയ്തത്. നേരത്തെ നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ മുൻപുള്ള ലൈവിലൊക്കെ പറഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ ജനുവരി 5, ഈ കഴിഞ്ഞ ജനുവരി 5 അല്ല, ഇതിന് ഒരു വർഷം മുൻപ് ജനുവരി 5, 6 തീയതികളിൽ ഒരു സംഘർഷം താമരശ്ശേരിയിൽ നടക്കുന്നുണ്ട്. അതും നേതൃത്വം നൽകിയത് ഈ സംഭവത്തിൽ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. അന്ന് പക്ഷേ അവർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യമാണ് കൂടുതലായി ഉണ്ടായത്. അതേ തുടർന്ന് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെ നേരിട്ടിറങ്ങി ഇവർക്കൊപ്പം വരികയും തുടർന്ന് ആ അടിച്ച കുട്ടികളെ തിരിച്ചടിക്കാൻ അവർക്ക് പ്രേരണ നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അന്ന് അതിൽ പരാതിയൊക്കെ പോയി, പക്ഷേ അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല. പോലീസൊക്കെ ആ കേസ് ആ നിലയ്ക്ക് തന്നെ പറഞ്ഞു തീർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അങ്ങനെയാണ് ആ ശിക്ഷണ നടപടികളിലേക്കൊന്നും പോകാതിരുന്നത്. അതാണ് ഇന്ന് ഈ കുട്ടികളെ കൊലപാതകികളാക്കി മാറ്റിയിട്ടുള്ളത്. അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് എന്നുള്ളത് തന്നെയാണ് ഇക്ബാൽ പറയുകയും ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു കുട്ടിയുടെ പിതാവെന്ന് പറയുന്നത് അദ്ദേഹം പല വിധത്തിൽ കൊട്ടേഷൻ സംഘങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണവും കൂടി ഷഹബാസിന്റെ പിതാവ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ അച്ഛനെന്ന് പറയുന്നത് പോലീസ് ഡ്രൈവറാണ്, ഒപ്പം തന്നെ ഒരു അധ്യാപികയുടെ മകനുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർക്കൊക്കെ പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഷഹബാസിന്റെ പിതാവ് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നിയമത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ തക്കതായ ശിക്ഷ ലഭിക്കണമെന്നുള്ള ആവശ്യം തന്നെ കുടുംബം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്വാധീന ശക്തിയിലും ഇത് കുടുങ്ങിപ്പോകരുത് എന്നുള്ള ആവശ്യമാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ റൂറൽ എസ്.പിയുടെ പ്രതികരണം കേട്ടതാണ്. ഈ കുട്ടികളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അതിൽ അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് പരിമിതികളുണ്ട് എന്നുള്ളത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഈ കുട്ടികൾക്കുണ്ടായിരുന്നു എന്നുള്ളത് കൂടി ആ ഓഡിയോ മെസ്സേജുകളിലൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതുമാണ്. അതായത് ഒരു കൂട്ടത്തലാകുമ്പോൾ അതിൽ കേസ് നിൽക്കില്ല എന്ന് പറയാൻ ഉതകുന്ന തരത്തിലേക്ക് പോലും അവർ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരിക്കുന്നു. അതൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള മേഖലയിൽ നിന്ന് കടന്നു വന്നവർക്ക് മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത് തന്നെയാണ് ഷഹബാസിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഇനിയിപ്പോൾ പോലീസ് ഈ രക്ഷിതാക്കളുടെ ഉൾപ്പെടെ ഫോൺ ശേഖരിക്കും. ആ ശേഖരിച്ച ഫോൺ പരിശോധിച്ചാൽ കൃത്യമായി കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തവണയും ഇങ്ങനെ ആക്രമിക്കാനുള്ള പ്രേരണ കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും മുതിർന്ന ആളുകളെ കൂടി ഇതിലേക്ക് പ്രതി ചേർക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ നടപടിയിലേക്ക് പോലീസ് കടക്കാൻ ഉതകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. താങ്ക് യു ദീപക്. എന്തായാലും വളരെ നിർണായകമായൊരു പ്രതികരണമാണ് ഷഹബാസിന്റെ പിതാവിൻ്റേത്. ആശങ്കകൾ തീർച്ചയായിട്ടും സർക്കാരും പോലീസും പരിഹരിക്കുക തന്നെ വേണം. നമുക്ക് ചില പ്രേക്ഷകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ കുട്ടികളുടെ ചിത്രങ്ങൾ നിങ്ങൾ പ്രസിദ്ധീകരിക്കാത്തത്? നമുക്ക് ഈ കുട്ടികളുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുക കഴിയില്ല. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന 18 വയസ്സിൽ താഴെയുള്ളവരെ കുറ്റവാളികൾ എന്നല്ല വിശേഷിപ്പിക്കുന്നത്. അവരെ വിശേഷിപ്പിക്കുന്നത് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ്. നിയമവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത കുട്ടികൾ എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. അവരുടെ ചിത്രങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ല, അവരുടെ വെയറബോർഡ്സും പ്രസിദ്ധപ്പെടുത്താൻ പാടില്ല, അവരുടെ മറ്റെന്തെങ്കിലും ഐഡൻറ്റിറ്റിയും പറയുക സാധ്യമല്ല. അവരെ കുട്ടിക്കുറ്റവാളി എന്ന് എഴുതാനും നമുക്ക് കഴിയില്ല. അപ്പോൾ അതാണ് പൊതുവെ സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. കുട്ടിക്കാലത്ത് തുടങ്ങുന്ന ഇത്തരം ശീലങ്ങൾ അവനെ വലിയ ക്രിമിനലാക്കി മാറ്റും. അത് രക്ഷിതാക്കളാണ് ആലോചിക്കേണ്ടത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതേപോലെ തല്ലുണ്ടാക്കിയതിന് അന്ന് കൃത്യമായ ശിക്ഷാ നടപടികളിലേക്ക് ആ കുടുംബം കടന്നിരുന്നെങ്കിൽ
ഇന്ന് ഈ കുട്ടി ഈ ഷഹബാസിനെ ഇടിച്ചു കൊല്ലാൻ വേണ്ടി നഞ്ചക്കുമായിട്ട് അവിടെ വരില്ലായിരുന്നു. അത് ഷഹബാസിൻ്റെ പിതാവ് പറഞ്ഞത് സത്യമാണ്. ചില ശീലങ്ങൾ മുളയിലേ തന്നെ നുള്ളണം, ചില ശീലങ്ങൾ മുളയിലേ തന്നെ നട്ടു വളർത്തുകയും വേണം.